ധനപ്പിശാചിനെ പറ്റിയിട്ട് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? സോ പണ്ടത്തെ കാലത്ത് ഈ സ്വർണ്ണമൊക്കെ ഈ ബാങ്ക് ലോക്കറിലൊന്നും വെക്കാൻ പറ്റില്ല. കാരണം ബാങ്കും ഇല്ല, ലോക്കർ പരിപാടിയൊന്നും ഇല്ല. അപ്പൊ എന്ത് ചെയ്യും വെച്ചാ ഈ കളവ് അല്ലെങ്കിൽ കക്കണ ആൾക്കാരുടെ എണ്ണം കൂടി വന്നു. അപ്പൊ അവിടുത്തെ ആൾക്കാർ എന്ത് ചെയ്തു വെച്ചാ ഈ മൺകലത്തിലൊക്കെ വന്നിട്ട് ഈ സ്വർണം ആക്കിയിട്ട് മണ്ണിൽ കുഴിച്ചിട്ടു. പിന്നെ മണ്ണിൽ കുഴിച്ചിട്ടാ കള്ളന്മാര് വന്ന് സിമ്പിൾ ആയി തോണ്ടിയെടുക്കില്ലേ? അപ്പൊ അവര് എന്ത് ചെയ്തു വെച്ചാ ഒരു ബ്ലാക്ക് മാജിക് നടത്തി. അതായത് ഒരു സ്പെല്ല് കാസ്റ്റ് ചെയ്തു ഈ സ്വർണത്തിനെ സംരക്ഷിക്കാൻ. അതാണ് ധനപ്പിശാച്. ധനപ്പിശാചാണ് ഇതിന് കാവലിരിക്കുക. സോ ധനപ്പിശാചിന് മനുഷ്യനെയോ അല്ലെങ്കിൽ ഈ കുട്ടികളെയൊക്കെ സാക്രിഫൈസ് കൊടുത്താൽ മാത്രമേ ധനപ്പിശാച് ഈ സ്വർണം തൊടാൻ സമ്മതിക്കുള്ളൂ. ഇല്ലെങ്കിൽ നിന്റെയൊക്കെ കാര്യം തീരുമാനമായി. ഇന്ന് അങ്ങനെ ഒരു സിനിമയെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. ഇതിലെ നായകൻ ഗോസ്റ്റ് ഹണ്ടർ ആണ്. ഗോസ്റ്റ് ഹണ്ടർ പറയുമ്പോൾ മറ്റേ മീറ്റർ ഒക്കെ വെച്ചിട്ട് ഈ മറ്റേ ഹോണ്ടഡ് ആയ ഹൗസിലൊക്കെ ആള് പോവും. എന്തിനാണ് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതമില്ല, പ്രേതം എന്നത് വെറും ഒരു മിഥ്യയാണ്. അത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അണ്ണൻ പോകുന്നത്. സോ ഒരു വീട്ടിൽ പോകുമ്പോ ഈ ധനപ്പിശാചും നമ്മുടെ അണ്ണനും ഫേസ് ടു ഫേസ് വരും. പിന്നെ നടക്കുന്ന സംഭവങ്ങളൊക്കെ പറഞ്ഞു പോകുന്ന സിനിമയാണ് ജടാധര. നമ്മുടെ ആമസോൺ പ്രൈമിലാണ് സ്ട്രീം ചെയ്യുന്നത്. ഒരു എ റേറ്റഡ് സൂപ്പർ നാച്ചുറൽ ത്രില്ലർ സിനിമയാണ്. ഏകദേശം 2-2.5 മണിക്കൂർ ഉണ്ട് തോന്നുന്നു. നമ്മുടെ സൊനാക്ഷി സിൻഹയാണ് ഇതില് ധനപ്പിശാചായിട്ട് അഭിനയിക്കുന്നത്. അവർ ആദ്യം മുകളിൽ എഴുതി കാണിക്കുന്ന ഫ്രൈറ്റനിങ് സീൻസ് ഒക്കെ ഉണ്ട്. ഇത്ര ഇങ്ങനെ സൊനാക്ഷി കാണിക്കുന്നതാണോ ഫ്രൈറ്റനിങ് സീൻസ്? എനിക്ക് അറിയാൻ ചോദിക്കരുത്. ധനപ്പിശാചാട് വന്നിട്ട് ഓരോ മിനിറ്റ് കൂടുമ്പോ നീല സാരി, പച്ച സാരി, ചോപ്പ് സാരി, കറുപ്പ് സാരി, മഞ്ഞ സാരി, എന്തോന്നിത് കല്യാൺ സിൽസിലെ സെയിൽസ് ഗേളാ? ആർട്ടി സെയിൽ ഇപ്പൊ വാങ്ങിച്ചാൽ ഇരട്ടി മേടിക്കാം, അങ്ങനെ മേടിച്ചതാണോ? എടേ ഈ സോനാക്ഷിയൊക്കെ യക്ഷിയായിട്ട് വന്ന ആര് പേടിക്കാനാണ്? അതിലത്തെ കുറെ എണ്ണം പേടിക്കുന്നുണ്ട്. ലോകത്തൊരു 5 മാസം പ്രായമായ ഒരു കുട്ടി പോലും പേടിക്കില്ല. അയ്യേട്ടാ ഒരു പടം എടുത്തു വെച്ചിരിക്കുകയാണ്. ക്യാ അവരാത് ഹേ ബായ്. ആൻഡ് ഇതില് നായകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ നവതളപതി എന്ന് സ്വയം വിശേഷിപ്പിക്കാന്ന് തോന്നുന്നു. കാരണം ഇളയ തളപതി, ദളപതി, പുറച്ചി തളപതി എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഇത് ആദ്യമായിട്ട് നവതളപതി സുധീർ ബാബുവിന്റെ പടമാണ്. അണ്ണനാണ് ഇതില് കോസ്റ്റ് ഹണ്ടർ. ഈ സിനിമ തുടങ്ങുമ്പോ തന്നെ ഞാൻ ഈ ധനപ്പിശാചിന്റെ കഥ പറഞ്ഞില്ല, അത് കാണിക്കുന്നുണ്ട്. AI ആണ്. AI ഇതിലും ഏതാ റീൽസ് കാണുന്നതാണ്. ഇത്ര കഴിവില്ലാത്തവരാണ് ഒരു സിനിമ എടുത്തു വെക്കുന്നത്. ആൻഡ് ഈ സിനിമയിലെ വിഷ്വൽസ് അട്ട വേസ്റ്റ് ആണ്. അട്ടർ വേസ്റ്റ്. സോ ഒരു സൂപ്പർ നാച്ചുറൽ ത്രില്ലർ, ഒരു എ റേറ്റഡ് സൂപ്പർ നാച്ചുറൽ ത്രില്ലറില് എന്തിനാണ് റൊമാൻസും അതേപോലെ തന്നെ പേക്കൂത്തും എനിക്ക് മനസ്സിലായിട്ടില്ല. നായകൻ നായികയെ കണ്ടുമുട്ടുന്നു, നായിക നായകനെ കണ്ടുമുട്ടുന്നു, അവിടെ തുടങ്ങുന്നു ദിൽ തോ പാഗൽ ഹേ. എന്തോ നടേ ഇത്. ഈ സിനിമയുടെ പ്ലോട്ട് കിഡു പ്ലോട്ടാണ്. അറിഞ്ഞ് പണ്ണീന്റെ വെച്ചാൽ അടിപൊളി പടം ഉണ്ടാണ്. സീരിയലിൽ പറഞ്ഞ സീരിയലിന് നാണക്കേടാ. അതേപോലെയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ധനപ്പിശാചിന് ഐറ്റം ഡാൻസ് ഒക്കെ. പിന്നെ ധനപ്പിശാചിന് എന്റർടൈൻമെന്റ് ഒക്കെ വേണമല്ലോ, അതുകൊണ്ടായിരിക്കും ഈ മറ്റേ ആർഡി സെയിലിൽ വാങ്ങിച്ച സാരിയും അതേപോലെ ഐറ്റം ഡാൻസ് ഒക്കെ ഇട്ട് കൊടുക്കുന്നത്. നായകന് ഒരു ഐറ്റം ഡാൻസ്, ധനപ്പിശാചിന് ഒരു ഐറ്റം ഡാൻസ്. സോ ധനപ്പിശാച് എല്ലാവരും കൊല്ലും, പക്ഷെ നായകനെ കണ്ടാൽ മാത്രം കൊല്ലില്ല. എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എല്ലാ ഹൊറർ പടത്തിലും ഉള്ളതാണ്. പ്രേതം വലിയ ഈവിൾ ഫോഴ്സ് ആണ്, തേങ്ങയാണ്, മാങ്ങയാണ് എന്നൊക്കെ പറയും. എന്നാൽ നായകനെ കാണുമ്പോൾ കൊല്ലില്ല. അതിന്റെ ക്ലൈമാക്സ് വരെ വെയിറ്റ് ചെയ്തിരുന്നിട്ട് കൊല്ലു പറഞ്ഞിട്ടാണ്. അതേപോലെ തന്നെ നായകൻ ചാവാൻ കിടക്കുന്നതിന്റെ ഇടയിൽ ശിവതാണ്ഡവം ഒക്കെ ആടുണ്ട്. സുധീർ ബാബുവിന്റെ മുഖത്ത് ഒരു എക്സ്പ്രഷൻ പറയുന്ന സാധനമില്ല. എന്നാൽ അതിനും കൂടിയുള്ള എക്സ്പ്രഷൻ സൊനാക്ഷി ഇട്ടുണ്ട്. സൊനാക്ഷിയൊക്കെ എന്ത് കണ്ടിട്ടാ കാസ്റ്റ് ചെയ്തതെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സോ അതിന്റെ ഇടയിൽ പാസം കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് ഫ്ലാഷ് ബാക്ക്, കോഴിയെ നരബലി കൊടുക്കണു, അതിനുശേഷം കോഴിയെ ബലി കൊടുക്കണു, അതിനുശേഷം ആടിനെ ബലി കൊടുക്കണു, അതിനുശേഷം പോത്തിനെ കൊടുക്കണു, അതിനുശേഷം വന്നിട്ട് മനുഷ്യനെ കൊടുക്കണു. എന്നിട്ട് പോലും ചോരദാഹം മാറാത്ത ധനപ്പിശാച്. മറ്റേ മരുഭൂമിയിലൊക്കെയാണോ ഇതിന്റെ ഷൂട്ടിംഗ് നടന്നത് ഇത്രയും ദാഹത്തിന്? സോ ഒരു അട്ട വേസ്റ്റ് പടമാണ് ഈ സിനിമ. എനിക്ക് ഒട്ടും വർക്കായിട്ടില്ല. ചിലവർക്ക് ഇത് വൻ കിടു പടമായിട്ടൊക്കെ തോന്നുമായിരിക്കും. കണ്ടു നോക്കുക. തെലുങ്ക് ഭാഷയിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സോ ട്രൈ ഇറ്റ് ഔട്ട്.